തിരുക്കൊച്ചി ഭാഗത്താണ് പ്രധാനമായിട്ടും ഡൈവോഴ്സ് പെറ്റീഷൻസ് കൂടുതൽ ഫയൽ ചെയ്തിട്ടുള്ളത്. മലബാർ ഡിസ്ട്രിക്റ്റുകളിൽ കുറവാണ്. ഹിന്ദു സമൂഹത്തിൽ പ്രധാനമായിട്ടും നായർ ഈഴവ വിഭാഗങ്ങളാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ NSSനും SNDPക്കും കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ മരണത്തിന് വന്നാൽ മതി. ഇതിനിടയിൽ അവർക്ക് മറ്റ് ഇടപെടലുകളൊന്നുമില്ല. ഹസ്ബൻഡും വൈഫിലുണ്ടാകുന്ന ഈഗോ കുടുംബങ്ങൾ തമ്മിലുള്ള ഈഗോ ആയിട്ട് മാറും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം ഡിവോഴ്സുകളുടെ തലസ്ഥാനമായി മാറുകയാണോ? നമ്മുടെ സംസ്ഥാനത്ത് വിവാഹം മോചനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണോ? 2020 നിന്നും 2025 ഡിവോഴ്സിനായി ഫയൽ ചെയ്യപ്പെട്ട പെറ്റീഷനുകളുടെ എണ്ണത്തിൽ 80% വർധനവുണ്ടായിരിക്കുന്നു. 18,888 കേസുകൾ 2020 രജിസ്റ്റർ ചെയ്യപ്പെട്ടു എങ്കിൽ 2025 എത്തുമ്പോൾ അത് 35,000 ഏറെ ആയിരിക്കുകയാണ്. ഈ അഭൂതപൂർവമായ വർധനവിൻ്റെ പിന്നിലെ കാരണം എന്താണ് പരിശോധിക്കുകയാണ്. നമുക്കിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ഈ വിഷയത്തിൽ ആഴത്തിൽ പഠനം നടത്തുകയും സാമൂഹ്യ നിരീക്ഷകനുമായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ജയപ്രസാദ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമ്മുടെ സാമൂഹിക ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം. പക്ഷേ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഒരു കാര്യം കൂടിയാണ്, അല്ലേ? നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സ്റ്റെബിലിറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ തന്നെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്ന ഒന്നായി മാറുകയാണല്ലോ. സമൂഹമാണല്ലോ രാജ്യമായി മാറുന്നത്, വ്യക്തിയാണല്ലോ സമൂഹം. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ഇപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു അലാമിംഗ് ആയിട്ടുള്ളൊരു സിഗ്നൽ നൽകുന്ന ഒന്നാണെന്ന് തോന്നുന്നു. കേരളം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഡൈവോഴ്സിൻ്റെ വിവാഹമോചനത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയാൻ കഴിയും. അതിൽ തന്നെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ല കേരളത്തിൻ്റെ വിവാഹമോചനത്തിൻ്റെ തലസ്ഥാനം കൂടിയാണ്. കേരളത്തിലെ ജില്ലകൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കാരണം അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് കോടതിയിൽ ഔദ്യോഗികമായി ഫയൽ ചെയ്ത പെറ്റീഷൻസാണ്. ആദ്യത്തെ 5 വർഷത്തിൽ 40% വർധനവാണ് ഉണ്ടായതെങ്കിൽ 2020-25 പീരീഡ് ആകുമ്പോഴത്തേക്കും അത് 87% വർദ്ധിച്ചു. അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഒരുപാട് സാമൂഹ്യ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ കാര്യമായി ചർച്ച ചെയ്യുന്നില്ല. ഞാൻ അതിനോട് കേരളമോദിയെ അഭിനന്ദിക്കുകയാണ് ഇത്തരം ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. കാരണം നമ്മൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും സാമൂഹ്യ വിഷയങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അപ്പം നമ്മുടെ ചുറ്റുപാട്ടം നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്നില്ല. കാരണം ഇതെന്തുകൊണ്ട് ചർച്ച ചെയ്യണമെന്നുള്ളത്, കാരണം നമുക്ക് ഇതിൽ നിന്നൊരു പോംവഴി വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണം ഉണ്ടാകണം, ചർച്ചകൾ നടക്കണം. പാരൻസിൻ്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഒക്കെ നമുക്ക് ജീവിത സ്വപ്നം വേണം. ഇപ്പം വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ആസ്പിറേഷൻസ് ഉണ്ടാവും, സങ്കല്പം ഉണ്ടാവും. അതിന് സമാന്തരമായിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ചൊരു സങ്കല്പം ഉണ്ടാകണം, ഭാവിയിലുണ്ടാകുന്നത്. അപ്പോൾ അത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലെ ഉണ്ടാകണം. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ സാമൂഹ്യ ഘടനയ്ക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയധികം കേസുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കേരള മോഡൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ കേരള മോഡൽ എന്ന് പറയുമ്പം നമ്മൾ ഏതൊരു മോഡലും മറ്റ് സമൂഹങ്ങൾക്ക് അനുകരിക്കേണ്ടതായിരിക്കണം. ഇപ്പം കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ തരത്തിൽ ഇതൊരു അനുകരണീയമായ മോഡലല്ല. പക്ഷേ ഇത് വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു ആവറേജ് കണക്കനുസരിച്ച് കേരളത്തിൽ ഒരു വർഷം 1,10,000 കല്യാണം നടക്കുന്നുണ്ട്. 1,10,000. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ശരാശരി ഒരു വർഷം 30,000 കേസുകൾ ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് 1,10,000 കേസുകളിൽ 30 കല്യാണം നടക്കുന്നുവെങ്കിൽ അതേ സമയത്ത് തന്നെ ഏതാണ്ട് ആ കല്യാണമല്ല ഞാൻ പറഞ്ഞത്, അതേ സമയത്ത് ആ വർഷത്തിൽ, കാരണം ഒരു വർഷമെങ്കിലും കഴിഞ്ഞവരായിരിക്കും, അങ്ങനെ ഒരു 30,000 കേസുകൾ പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ തരത്തിലൊരു വലിയൊരു വർധനവുണ്ടായി? ഉദാഹരണത്തിന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2020 18,886 പെറ്റീഷൻസാണ് ഫയൽ ചെയ്തത്. അപ്പോൾ കേരളത്തിൽ നമുക്ക് എടുത്തു പറഞ്ഞ ഒരു വിഷയം, കേരളത്തിൽ 35 കുടുംബ കോടതികളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഏതാണ്ട് ഇരട്ടി പോപ്പുലേഷനുള്ള തമിഴ്നാട്ടിൽ 40 കുടുംബ കോടതിയാണുള്ളത്. ഇപ്പോൾ ഉദാഹരണം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 4 കുടുംബ കോടതികളുണ്ട്. എറണാകുളത്തും അതുപോലെ തന്നെ 4 കുടുംബ കോടതികളുണ്ട്. കൊല്ലത്ത് 3 കുടുംബ കോടതിയാണുള്ളത്. അപ്പോൾ ആ തരത്തിൽ നമ്മളുടെ അത്രയധികം പെറ്റീഷൻസ് കൂടിയതുകൊണ്ടാണ് കൂടുതൽ കുടുംബ കോടതി വേണ്ടി വന്നത്. അപ്പം കുടുംബ കോടതി കൂടുന്നത് ഒരു പോസിറ്റീവായിട്ട് എടുക്കേണ്ട, സമൂഹത്തിൻ്റെ നെഗറ്റീവായിട്ട് കണ്ടാൽ മതി.
അപ്പോൾ ഇതിൽ 2021 അത് 25,030 2022 30,781 മാറി. ഞാൻ അതിന് ഓരോ വർഷത്തെ കണക്ക് പറയുന്നില്ല. 2025 ആകുമ്പോഴത്തേക്ക് അത് 35,238 കേസായിട്ട് ഉയർന്നു. അപ്പോൾ ഈ തരത്തിലൊരു വലിയൊരു വർധനവ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളുടെ ഒരു ശിഥിലീകരണം, ഇത് നമ്മുടെ ഒരു സോഷ്യൽ റിയാലിറ്റിയാണ്. പഴയ കാലത്ത് ഈ ഡൈവോഴ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിതമായ ഒരു കാര്യമാണ്. നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടും, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും. അങ്ങനെ പലർക്കും ഒരു മടുപ്പുണ്ടായിരുന്നു. ഇന്നത് മാറി. ഇന്നതൊരു വീട്ടുകാരാണെങ്കിൽ തന്നെയും മക്കളോട് പറയുന്നത് മോളെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? ഇന്നിപ്പോൾ അതല്ല. ഇതിപ്പോൾ വളരെ അത് നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഇതൊരു വിഷയമേ അല്ലാതായി. ആ തരത്തിലുള്ള ഒരു നിശ്ചിതമായ ഒരു കാര്യമല്ല എന്നൊരു തോന്നലുണ്ട്. വിലക്കപ്പെട്ടതല്ല. ഇന്നതൊരു വിലക്കപ്പെട്ടല്ല. കാരണം അതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമായി സാധാരണ സംഭവമായിട്ട് മാറി. കാരണം ഇത് ഈ തരത്തിൽ നമ്പർ കൂടിയതുകൊണ്ടാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൽ ഫയൽ ചെയ്ത പെറ്റീഷൻ 1,74,107 പെറ്റീഷൻസാണ് ഫയൽ ചെയ്തത്. അതിൽ തന്നെ നമ്മൾ കേരളത്തിൽ നമ്മൾ സദേൺ ജില്ലകളിലാണ്, തിരുക്കൊച്ചി ഭാഗത്താണ് പ്രധാനമായിട്ടും ഡൈവോഴ്സ് പെറ്റീഷൻസ് കൂടുതൽ ഫയൽ ചെയ്തിട്ടുള്ളത്. മലബാർ ഡിസ്ട്രിക്റ്റുകളിൽ കുറവാണ്. അത് പാലക്കാട് മുതൽ അല്ലെങ്കിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ താരതമ്യേന കുറവാണ്. ഇതിൽ തന്നെ ജാതി മതപരമായി നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 53% ഹിന്ദുക്കളാണിന്ന്. 53-54% ഹിന്ദുക്കളാണ്. അതുപോലെ 27%-28% മുസ്ലിം സമൂഹമാണ്. ക്രിസ്ത്യൻ സമൂഹം ഏതാണ്ട് 18% മുകളിൽ വരും. അപ്പോൾ ഇതിൽ ഹിന്ദുക്കളാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും. പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുമ്പുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഹ്യൂജ് മെജോറിറ്റി ഉണ്ടായിരുന്നു ഡൈവോഴ്സിൽ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞൊരു 5-10 വർഷം കൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഹിന്ദുക്കളോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ. മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ജില്ലാതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ശരാശരി ഈ കാലഘട്ടത്തിൽ പ്രതിമാസം 322 പെറ്റീഷൻ ഫയൽ ചെയ്യുന്നുണ്ട് 4 കുടുംബ കോടതിയിലായിട്ട്. കൊല്ലത്തത് 294 കേസുകളാണ്. അതുപോലെ എറണാകുളത്ത് 289, തൃശ്ശൂർ 282. ഈ 4 ജില്ലകളാണ് ഇതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ മലപ്പുറത്ത് പോകുമ്പോഴത് 111 മാത്രമേ വരുന്നുള്ളൂ. പകുതിയിൽ താഴെ മാത്രമല്ല മലപ്പുറത്തെ പോപ്പുലേഷൻ ഏതാണ്ട് 46 ലക്ഷം ജനസംഖ്യയുള്ള, ഈ സെൻസസ് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 45-46 ലക്ഷം ജനങ്ങളുണ്ടാവും. അപ്പോൾ അത്രയും വലിയൊരു ജനസംഖ്യയുള്ളൊരു ജില്ലയിൽ താരതമ്യേന വിവാഹമോചന പെറ്റീഷൻസ് കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പം നമ്മുടെ സമൂഹം, നമ്മുടെ വിദ്യാഭ്യാസ രീതി, നമ്മുടെ മറ്റ് സാമൂഹിക ക്രമങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട. കാരണം ഇതൊരുപാട് സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ സൂചിപ്പിച്ചത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 1,74,107 വിവാഹമോചന പെറ്റീഷൻ ഫയൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രയും കുടുംബങ്ങളാണ്, ഭാവിയിലെ കുടുംബങ്ങളാണ് തകരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കുടുംബങ്ങളിൽ കുട്ടികളുണ്ടായിട്ടുള്ളവരുണ്ടാവും. 1-2 കുട്ടികളുണ്ടായിട്ടും, ചില കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പും കേസ് കൊടുക്കാമല്ലോ. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഈ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ അവകാശമാണ് ഈ അവൻ്റെ ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ 10 ടീനേജ് കാലം വരെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അവൻ്റെ അച്ഛനും അമ്മയുടെയും വാത്സല്യവും സ്നേഹവും ലഭിക്കുക എന്ന് പറയുന്നൊരു കുട്ടിയുടെ അവകാശമാണ്. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും 2 ധ്രുവങ്ങളിലാവുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് നിശ്ചിതമാകുന്നത് ഒരാളിൻ്റെ സ്നേഹമാണ്. നോർമൽ ബാല്യമായിരിക്കില്ലല്ലോ ആ കുട്ടിയുടേത്. ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെ അവൻ കടന്നു പോകേണ്ടി വരും. വീട്ടിലെ എത്തുമ്പോൾ അവിടുത്തെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരിക്കും. ഒരു സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷം ആയിരിക്കില്ല. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര മോസ്റ്റ് മോഡേൺ മെൻറ്റാലിറ്റി ഉള്ള കുടുംബമാണെങ്കിൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമമോ ചീത്തവിളിയോ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ അത് അനുഭവപ്പെടുക എന്ന് പറയുമ്പോൾ അവൻ്റെ ഭാവിയെ തന്നെ അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും കുറിച്ചുള്ള സങ്കല്പമുണ്ട്. അപ്പം നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഒന്നുകിൽ അമ്മയുടെ സൈഡിലാണ് ആ കുട്ടി നിൽക്കുന്നതെങ്കിൽ അച്ഛൻ അവിടെ വില്ലനാകും. അച്ഛനോടൊപ്പമാണ് കുട്ടി കഴിയുന്നതെങ്കിൽ അവൻ അമ്മ വില്ലത്തിയായി മാറുന്നുണ്ട്. അപ്പം ഈ തരത്തിൽ ഈ കുട്ടിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഡിഫറൻ്റാണ്. അപ്പം ഒന്നവന് ലഭിക്കാതെ പോകുന്ന വാത്സല്യം, സ്നേഹം മറ്റേ ആ തരത്തിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കലോത്സവത്തിന് പോകുമ്പോൾ പാരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു പാർക്കിൽ നമ്മൾ പോകുമ്പോൾ പാരൻസിൻ്റെ കൂടെ ഒരു കുട്ടി വരുന്നു,
അപ്പോൾ ആ സ്ഥലത്ത് ഇവിടെ അച്ഛനോ അമ്മയോ ആയിട്ടുള്ള ഒരാളിനോടോ അപ്പൂപ്പനോടോ കുട്ടി പോകുന്നൊരവസ്ഥയുണ്ട്. ഈ കുട്ടിക്ക് ഇത് റിവീൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവനത് ക്രമേണ അവൻ്റെ മനസ്സിൽ ഇത് വരും. അപ്പോൾ ഇതിനൊരുപാട് സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ കുടുംബങ്ങളിലുള്ള ഒരു ശിഥിലീകരണം ഒരു പ്രധാന ഫാക്ടറാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കേരളത്തിലെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിൽ പ്രധാനമായിട്ടും നായർ ഈഴവ വിഭാഗങ്ങളാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് വിവാഹമോചന കേസിൽ. മറ്റ് ഹിന്ദുക്കളിൽ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഇടയിൽ താരതമ്യേന വിവാഹമോചനം കുറവാണ്. അപ്പോൾ അത് കാരണം അവരുടെ സംഘർഷങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. പക്ഷേ കൂടുതലും വിദ്യാസമ്പന്നരായിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കുട്ടികളാണ്. നായർ കമ്മ്യൂണിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ്. നമ്മൾ ഇപ്പം തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന നായർ കമ്മ്യൂണിറ്റിയിലാണ്. അതിന് തൊട്ടടുത്ത് ഈഴവ കമ്മ്യൂണിറ്റിയുടെ മിഡിൽ ക്ലാസ് അതിൻ്റെ എബോ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ താഴെത്തട്ടിലുള്ളതിനേക്കാളുപരി ഒരു മിഡിൽ ലെവലിലുള്ള കുടുംബങ്ങളിലാണ് ഇത് കൂടുതൽ ഈ പ്രശ്നമുണ്ടാകുന്നത്. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ ഒരു വിഷയം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നറിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യക്തത വരിക എന്ന് തോന്നുന്നു. അല്ല, ഇതിൽ നമ്മളിപ്പോൾ ഒരുപാട് പഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ റീസൺസ് പലർക്കും പല രീതിയിലായിരിക്കാം. പക്ഷേ ഒരുപാട് വിഷയങ്ങൾ, ഒന്ന് നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ യുവാക്കളിലുണ്ടായ സ്വാതന്ത്ര്യബോധം, അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷ. അപ്പോൾ അത് പെൺകുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ തന്നെ അവർ എംപവേർഡ് ആകുന്നുണ്ട്. അത് ഒരു ഫാക്ടറാണ്. കാരണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോകും. അപ്പം ഒരു കുടുംബങ്ങളിലുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം തന്നെ ചിലപ്പോഴേ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് കുറച്ചൊരു സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളത് അത് ഒരു റീസണാണ്. അതുകൊണ്ട് മാത്രമല്ല, കാരണം ഈ ഒരു ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വിവാഹം ഉണ്ടാകാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നായി മാറണം. അപ്പം നമ്മുടെ രാജ്യത്ത് നമുക്കറിയാലോ, പരമ്പരാഗത ജീവിത രീതിയോട് ചേർന്ന് പോകുന്ന സമൂഹങ്ങളിൽ വിവാഹമോചനം കുറവാണ്. ലോകത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ്. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും ബ്രിട്ടനിലും അതുപോലെ അമേരിക്കയിലും കാനഡയിലുമൊക്കെയാണ് കൂടുതൽ നടക്കുന്നത്. അതേസമയം കത്തോലിക് കമ്മ്യൂണിറ്റിയിൽ അത്രയും നടക്കുന്നില്ല. ഇല്ലയെന്നല്ല, താരതമ്യം ചെയ്യുമ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വീതം ഡൈവേഴ്സ് മറ്റ് സമൂഹങ്ങളിൽ നടക്കുന്നില്ല. ലാറ്റിൻ അമേരിക്കൻ സമൂഹത്തിലൊക്കെ കുറവാണ്. അപ്പോൾ അതിന് ഒരു കുറച്ചുകൂടി മതപരമായ ഒരു റിജിഡിറ്റി അവിടെ ഉണ്ടാവാം. പരമ്പരാഗത ജീവിത രീതി കൊണ്ടുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യ ബോധത്തിൽ അവർ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും കൂടെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പോകുന്ന തമിഴ്നാട്, കേരളത്തിൻ്റെ ഏതാണ്ട് 8.2 കോടി ജനസംഖ്യയുള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ വർഷം 2025 മൊത്തം ഫയൽ ചെയ്ത ഡൈവേഴ്സ് പെറ്റീഷൻ എന്ന് പറയുന്നത് 17,700 കേസാണ്. അവിടെ 40 കുടുംബ കോടതിയുണ്ട്. തമിഴ്നാട്ടിൽ 38 ജില്ലകളുണ്ടെന്ന് ഓർക്കണം. അല്ല സർ, അവിടെയാണ് ഇതിൻ്റെ ഇരട്ടി കൂടുതൽ നമുക്ക് നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതെ, നമ്മുടെ നാട്ടിൽ നമ്മൾ പറഞ്ഞല്ലോ 35,000 മുകളിൽ കേസാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. മാത്രമല്ല തമിഴ്നാട്ടിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഡൈവേഴ്സിൻ്റെ നിരക്കിൽ താഴോട്ടാണ് പോകുന്നത്. നമ്മൾ 40-ൽ നിന്ന് 87-ലേക്ക് ഉയർന്നപ്പോഴത്തേക്കും, ഗ്രോത്ത് വന്നപ്പോഴത്തേക്കും അവർക്ക് താഴോട്ടാണ് പോകുന്നത്. അപ്പം കുറച്ചുകൂടി ഈ മതപരമായും അല്ലെങ്കിൽ അവരുടെ സോഷ്യലായിട്ടുള്ള ഒരു റിജിഡിറ്റി ഉള്ളതുകൊണ്ടും അതും ഒരു കാരണമായിരിക്കാം. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഈ ആദ്യത്തെ ഒരു കാരണമായിട്ട് അങ്ങ് പറഞ്ഞത്, ഇപ്പോൾ ഇതൊരു വിലക്കപ്പെട്ട സംഭവമല്ല എന്നൊരു ബോധം എല്ലാവരുടെ ഇടയിലേക്കും വന്നു കഴിഞ്ഞു. അത് വിദ്യാസമ്പന്നർക്കിടയിലാണ് ഇത് കൂടുതൽ വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നു. സാമ്പത്തിക സുരക്ഷിതത്വമുള്ളവരുടെ ഇടയിലേക്ക് ഇത് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ സ്വാർത്ഥന്മാരാകുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള, അതായത് എന്നെക്കുറിച്ചുള്ള കൂടുതൽ തിരിച്ചറിവിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം, എൻ്റെ ജീവിതം. അപ്പോൾ അതിൽ ഒരു കോംപ്രമൈസ് ഞാൻ തയ്യാറല്ല എന്നൊരു രീതിയിലേക്ക് ഞാൻ പോകുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്ത വരുന്നത് കൊണ്ടായിരിക്കും? അല്ല, ഒരു പരിധിവരെ അണുകുടുംബങ്ങളായി മാറി നമ്മൾ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ അണുകുടുംബങ്ങളായി മാറിയപ്പോൾ കുടുംബാംഗങ്ങളുടെ നമ്പർ കുറഞ്ഞു. നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പുതിയ തലമുറയിലെ വലിയൊരു ശതമാനം കുട്ടികൾ ഒരു കുട്ടികളായിരിക്കും. അതെ, ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ. അതായത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി. അപ്പോൾ ഇവർ ജീവിതത്തിൽ അച്ഛനും അമ്മയും ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നവരായിരിക്കും. പിന്നീട് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് ചില പരിമിതികളുണ്ട്. കാരണം ഇവിടെ ആരും ചോദ്യം ചെയ്യപ്പെടാതെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന്
എന്നെ നിയന്ത്രിക്കുന്ന ഒരാൾ വരുന്നു എന്നുള്ള ബോധം ഈ രണ്ട് കൂട്ടർക്കും വരാം. അത് ഒരു കാരണമായിരിക്കും. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ അണുകുടുംബങ്ങളിലേക്ക് നമ്മൾ മാറിയത് ഒരു ഒരു വിഷയം. വിഷയമാണ്. അതെ. പിന്നെ കേരളത്തിൽ ഇത്രയും കൂടുന്നതിന് ഒരു പ്രധാന കാരണം നമ്മുടെ സാമൂഹ്യമായ സ്വാതന്ത്ര്യം ഒരു ഭാഗം നിൽക്കുമ്പോഴത്തേനും മയക്കുമരുന്നും മദ്യവും ഓക്കെ. അതിന് സമാന്തരമായിട്ടുള്ള ഈ നമ്മുടെ ശാരീരികമായ പീഡനം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ പരസ്പരം ഒരു കപ്പിളിൻ്റെ ഇടയിലുണ്ടാകുന്ന പരസ്പര വിശ്വാസമുണ്ട്, ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിലൊരു ഡെഫിസിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുടുംബ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് യുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രൈവറ്റ് വ്യവഹാരമെല്ലാം അതായത് ഒരു വരൻ്റെ അല്ലെങ്കിൽ വധുവിൻ്റെ വ്യവഹാരങ്ങൾ മറ്റൊരാളിൻ്റെ മൊബൈലിലൂടെ തന്നെ ആരോട് സംസാരിച്ചു, എന്തൊക്കെ ഇടപെട്ടു എന്നുള്ളത്. അപ്പം കൂടുതൽ മൊബൈൽ ഫോൺ ഒരു വില്ലനാണ്. അപ്പം മൊബൈൽ ഫോൺ ഒരു വില്ലനായിരിക്കാം. റിപ്പോർട്ടുകളൊക്കെ തന്നെ പറയുന്നത്. കാരണം തെളിവുകൾ, അതായത് ഇലക്ട്രോണിക്സ് എവിഡൻസ് കിട്ടുകയാണ്. ഇപ്പം നമ്മൾ എല്ലാ കേസുകൾക്കും പോലീസും കേരളത്തിൽ പലപ്പോഴും വിജയിക്കുന്നത് ഇലക്ട്രോണിക്സ് എവിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പം ആ തരത്തിൽ ഈ ഇലക്ട്രോണിക്സ് എവിഡൻസും ഒരു കാരണമായി നമ്മൾ പരമ്പരാഗതമായി പറയുന്ന കാരണങ്ങൾക്ക് കൂടെ ഇതും കൂടെ ആഡ് ചെയ്യണം, അതിൻ്റെ ആക്കം കൂട്ടിയെന്നുള്ള. അപ്പം കല്യാണം കഴിയുമ്പോഴത്തേക്കും ആണും പെണ്ണും കൂടെ ചേർന്ന് ഒന്നായി നിന്ന് ഒരു കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നവും അവൻ്റെ മക്കളെക്കുറിച്ചും അവൻ്റെ ഭാവിയെക്കുറിച്ചും കാണുന്നതിന് പകരം നമ്മൾ വ്യക്തിയായിട്ട് തന്നെ നിൽക്കുന്നത് കൊണ്ടാകും. ആ ഒരു തരത്തിലും ഒരു പരിധിവരെ ഈ ഈ പുതിയ തലമുറയിൽ അപ്പം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2015 മുതൽ 2025 വരെയുള്ള കണക്കെടുക്കുമ്പോൾ ആദ്യത്തെ 5 വർഷത്തിൻ്റെ ഇരട്ടിയിലധികത്തേക്ക് പോയി രണ്ടാമത്തെ പകുതിയാകുമ്പോൾ. അപ്പം എന്തുകൊണ്ട് ഏതൊരു സമൂഹത്തിലും ഒരു പ്രത്യേക വ്യവസ്ഥയിൽ നോർമലി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം വരികയാണ്. എന്തുകൊണ്ട് ഈ തരത്തിലേക്ക് പോകുന്നു? പിന്നെ നമ്മുടെ നിയമവ്യവസ്ഥയാകാം, അല്ലെങ്കിൽ രണ്ടാമത് ഇത് ലീഗൽ പെറ്റീഷനിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ കൗൺസിലിംഗ് സംവിധാനമൊക്കെ കുടുംബ കോടതി അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ കേസ് കൊടുക്കുമ്പോൾ തന്നെ ഇല്ലാത്ത കുറ്റങ്ങളും കൂടി ആരോപിച്ചിട്ടായിരിക്കും വിവാഹമോചന കേസ് കൊടുക്കുകയുള്ളൂ. അപ്പം നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ഒരു വക്കീലിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും അവിടെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് അവിടെ ഉന്നയിക്കേണ്ടി വരും, അല്ലെങ്കിൽ കോടതിയിൽ പരാജയപ്പെടും. അപ്പം പിന്നീട് ഈ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ കൗൺസിലിംഗ് നടക്കുമ്പോഴും ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിക്കാൻ ഈ കേസ് തന്നെ ഒരു പ്രശ്നമായി മാറും. കാരണം പരസ്പരം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ പലപ്പോഴും യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല, മറ്റ് ചില വിഷയങ്ങളായിരിക്കും, പക്ഷേ അത് മറച്ചു വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ സ്ത്രീധന വിഷയമുണ്ടാവാം. അപ്പം വീടുകളിൽ ഇപ്പം പാരൻ്റ് ആവശ്യമില്ലാതെ കുട്ടികളുടെ വിഷയങ്ങൾ അച്ഛനമ്മമാർ ഇടപെടുന്നുണ്ട്. കാരണം പഴയ കാലത്ത് 6-7 കുട്ടികളുള്ള അച്ഛന്മാരായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെയൊക്കെ തലമുറയിൽ നമ്മളൊക്കെ അര ഡസന് മുകളിൽ കുട്ടികളുണ്ടാവും. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് അത്രയൊക്കെ കെയർ എടുക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനെയല്ല. ഈ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അമ്മയും അച്ഛനും ഭയങ്കരമായിട്ട് അവരിൽ ഇൻവോൾവ് ആയിരിക്കും അവരുടെ ലൈഫിൽ. അപ്പോൾ A to Z വിഷയങ്ങളിൽ ഈ കുട്ടികളുടെ ലൈഫിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ പാരൻസ് അനാവശ്യമായ ഇടപെടൽ നടത്തുന്നതും ഒരു കാരണമാണ്. ഞാൻ മനസ്സിലാക്കിയ കേരളത്തിൽ അതൊരു കാരണമാണ്. മറ്റൊന്ന്, ഈ കുട്ടികൾക്ക് ഈ അച്ഛനും അമ്മയുടെയും പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊരു തോന്നലുണ്ടാവുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസ് നടക്കുന്നത് മ്യൂച്വൽ ഡൈവേഴ്സിന് വേണ്ടിയുള്ള കോമൺ പെറ്റീഷൻ കൊടുക്കുന്നതാണ്. അപ്പം കേരള ഹൈക്കോടതി അടുത്ത കാലത്തൊരു വിധി ഉണ്ടായി. അതായത് സാധാരണ ഇതിൽ 1 വർഷം നിങ്ങൾ സെപ്പറേറ്റ് ജീവിച്ചാലേ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ അത് മാറ്റി. കാരണം നമ്മുടെ മൗലിക 1 വർഷം എന്തിനാണ് കാത്തിരിക്കുന്നത്? നിങ്ങൾ ആൾറെഡി പിരിയാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ കോടതി പറഞ്ഞിട്ടുണ്ട് അത് നേരത്തെ കൊടുക്കാൻ കഴിയും. അപ്പം മ്യൂച്വലായിട്ട് കൊടുക്കുന്ന പെറ്റീഷൻസിനെ കുറച്ചുകൂടി നേരത്തെ വിധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡായ കമ്മ്യൂണിറ്റീസ് ഇടയിൽ അത് വരുന്നുണ്ട്. അപ്പം ഒരു മാന്യമായ രീതിയിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടാവും അവിടെ. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് 1-2 പേരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒത്തുപോകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് പിരിയാൻ തീരുമാനിച്ചു എന്നവർ വളരെ പറയുന്നത് ആദ്യമൊക്കെ വിഷമം തോന്നി, പക്ഷേ പിന്നീട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. വെറുതെ എന്തിനാണ് ഒരുമിച്ച് പോകാത്തവർ ഒരുമിച്ച് ജീവിക്കുന്നത്, ഒരേപോലെ ചിന്തിക്കാത്തവർ എന്തിന് ഒരുമിച്ച് ജീവിക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, അത് യഥാർത്ഥത്തിൽ ആ കുടുംബജീവിതം തുടങ്ങുന്നതിന് മുമ്പ് അവർ തമ്മിലൊരു മാനസിക ഐക്യം ഉണ്ടാകേണ്ടതായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ളൊരു അവസരം ഒരുപക്ഷെ കുട്ടികൾക്കുണ്ടെങ്കിൽ ഇതിന് മാറ്റമുണ്ടാകാം. കാരണം ഇത് കല്യാണം ബന്ധങ്ങൾ നമ്മൾ മാട്രിമോണിയൽ വഴി പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ബന്ധങ്ങൾ വളരെ ഇപ്പം ഒരുപാട് പേര് പുറത്തു നിന്നൊക്കെ ജോലിക്ക് വന്നിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരുപാട് കേസുകളിൽ വളരെ പെട്ടെന്ന് നടത്തുന്ന കല്യാണങ്ങളുണ്ട്. എല്ലാമല്ല, അതിൽ ഡൈവോഴ്സ് എനിക്ക് പരിചയമുള്ള പല കുടുംബങ്ങളിലെയും ഡൈവോഴ്സ് നടന്നിട്ടുള്ളത് കൂടുതൽ കേസുകൾ പെട്ടെന്ന് നടത്തിയ കല്യാണങ്ങൾ, ഒരു 45 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സ് കൊണ്ട്. ചിലപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം, ഒരു ഷോർട്ട് ലീവിന് വരുന്നതായിരിക്കാം. അപ്പം കല്യാണവും എൻഗേജ്മെൻറ്റും കല്യാണവും എല്ലാം കൂടെ 1 മാസം കൊണ്ട് തട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. അപ്പോൾ ഈ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ചേരണമെന്നില്ല. രണ്ടാമത് 2 സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കാം.
ഈ അതിൽ സാമ്പത്തിക പശ്ചാത്തലം ഉണ്ടാകാം, സാംസ്കാരിക പശ്ചാത്തലം, വിദ്യാഭ്യാസ പശ്ചാത്തലം, അവരിടങ്ങുന്ന തൊഴിൽ മേഖല തുടങ്ങിയിട്ടുള്ള പല തരത്തിലുമുള്ള ഡിഫറൻസസ് ഉണ്ടാകാം. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു ഐക്യപ്പെടൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ തന്നെ ഉണ്ടാകുന്നില്ല. അപ്പം നിസ്സാര വിഷയങ്ങളിൽ തന്നെ ഈ പാരൻസ് തന്നെ രണ്ട് ധ്രുവങ്ങളിലാകും. അതെ. അപ്പം കുട്ടികൾക്ക് രണ്ട് വിഭാഗത്തിനും പാരൻസ് കൊടുക്കുന്നൊരു സപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പൊതുവായ ഒരു ശിഥിലീകരണമുണ്ട്. കേരളീയ സമൂഹത്തിലുണ്ടായ, വിശേഷിച്ചും ഹിന്ദു സമൂഹത്തിനിടയിലാണ് അത് കൂടുതൽ നമ്മൾ കാണുന്നത്. അതിന് പ്രധാന കാരണം, ഞാനിതിൽ ജാതി സംഘടനകളെ ഇതിനകത്തൊരു അവരുടെ ഒരു കുറ്റകരമായ അനാസ്ഥയുണ്ട്. കാരണം നമ്മൾ സമുദായ സംഘടനകൾ രൂപീകരിക്കുമ്പോൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളായി തുടങ്ങിയെങ്കിലും അന്ന് തന്നെ ഈ വിവാഹം, മരണം തുടങ്ങി കുടുംബ വിഷയങ്ങൾ, ഇപ്പോൾ NSS ആണെങ്കിലും SNDP ആണെങ്കിലും അവർ ഫോക്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു മുസ്ലിം സമൂഹത്തിനിടയിൽ ഇതുപോലെയുള്ള ഡൈവേഴ്സ് വരാത്തതിന് ഒരു പ്രധാന കാരണം കുടുംബങ്ങളിൽ തർക്കമുണ്ടാകുമ്പോൾ, അത് ക്രിസ്ത്യൻ ചർച്ചിലുമുണ്ട്. അപ്പോൾ അത് മഹല്ല് കമ്മിറ്റികളാണെങ്കിൽ അല്ലെങ്കിൽ ഇടവക തലത്തിലൊക്കെ തന്നെ അത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ആ തരത്തിലുള്ളൊരു സംവിധാനം ഹിന്ദു സമൂഹത്തിലില്ല. ഇപ്പോൾ NSSനും SNDPക്കും കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ മരണത്തിന് വന്നാൽ മതി. ഇതിനിടയിൽ അവർക്ക് മറ്റ് ഇടപെടലുകളൊന്നുമില്ല. അതും ഈ തിരുവനന്തപുരം, നമ്മുടെ തെക്കൻ ജില്ലകളിലാണ് ഈ സമുദായ സംഘടനകൾ കാര്യമായ റോളുള്ളത്. ഇതൊന്നുമില്ലാതെ മലബാറിലെ പ്രശ്നം വരുന്നില്ല. പിന്നെ ഈ നമ്മുടെ ഒരു സാമ്പത്തികമായ മുന്നേറ്റം ഇതിനാക്കം കൂട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അത് ഈ അണുകുടുംബങ്ങളെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്നത്. ഇപ്പോൾ മലബാറിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിടയിൽ ഡൈവോഴ്സ് നിരക്ക് കുറവാണ്. അത് നമ്മൾ ആത്മഹത്യയുടെ കണക്കെടുക്കുമ്പോഴേ ഇത് തന്നെ വരും. ഈ താഴെത്തട്ടിലേക്ക് വരുന്ന ആളുകൾ, അപ്പം പ്രകൃതിയുമായി മല്ലടിച്ച് ജീവിക്കുന്ന ആളുകൾ ആരും ആത്മഹത്യ ചെയ്യാറില്ല. പക്ഷേ കുറച്ചുകൂടി മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളിലാണ് ആത്മഹത്യ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രധാന നമ്മുടെ സാമൂഹിക ജീവിതത്തിലുണ്ടായ മാറ്റം, അപ്പം നമ്മളെ കുട്ടികൾക്ക് നമ്മുടെ പാരൻസ് കൊടുക്കുന്ന ഒരു മോറൽ വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ എല്ലാം എൻ്റെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കാമെന്ന് നമ്മൾ സ്വപ്നം കാണുമ്പോഴത്തേക്കും, ഒരു ലൈഫിലേക്ക് കടക്കുമ്പോഴത്തേക്കും, മറ്റൊരാൾ കൂടെ നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും ഞാൻ ഷെയർ ചെയ്യേണ്ടി വരും, കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ കോംപ്രമൈസ് എന്നുള്ള വേർഡ് വരുന്നില്ല. ഒത്തുപോകാത്തവരെ ഒരുമിച്ച് ജീവിക്കണം എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികളെ വളർത്തുന്ന സമയത്ത് മാതാപിതാക്കൾ തന്നെ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു വിഷയത്തിലേക്കൊന്നും പോവില്ല. നമ്മൾ മറ്റുള്ളവരെ ഒത്തുപോകാത്തവർ ഒരുമിച്ചുള്ള ജീവിതത്തിലേക്ക് കയറേണ്ട എന്നുള്ളൊരു സംഭവം. അതിനോടൊപ്പം തന്നെ പരസ്പരം ബഹുമാനിക്കാനും ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനും ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു കുട്ടികൾ. അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്നതുപോലെ ഒരു ബിഹേവിയറൽ പാറ്റേൺ ഉണ്ട്, അതൊരു വലിയൊരു റോൾ ഇവിടെ വഹിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പം ലോകത്തുള്ള എല്ലാ സമൂഹത്തിലും ഇത്തരം വിയോജിപ്പുകളുണ്ടാവാം, ഡൈവോഴ്സസ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ അത്തരം സംഭവങ്ങളെ നമ്മൾ കാര്യമായി ചർച്ച ചെയ്യാത്ത കാര്യം അത് സ്വാഭാവികമാണ്. ഒരു പർട്ടിക്കുലർ ശതമാനം കുടുംബങ്ങളിൽ ഈ തരം വിഷയങ്ങളുണ്ടാവാം. പക്ഷെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അങ്ങനെയല്ല. ഒരു നോർമൽ എന്നതിന് ശേഷം ഒരു ന്യൂ നോർമൽ വരെയാണ് അതായത് നമ്മൾ നേരത്തെ ഡൈവോഴ്സ് എന്ന് പറയുന്നത് എക്സെപ്ഷണൽ കേസായിരുന്നു. എക്സെപ്ഷണൽ കേസ് മാറിയിട്ട് ഇന്നൊരു കോമൺ കേസായിട്ട് മാറി. അപ്പോൾ കോമൺ കേസായിട്ട് മാറുമ്പോഴാണ് ഇത് സമൂഹം ഇത് കൂടുതൽ ചിന്തിക്കണം, ചർച്ച ചെയ്യണം എന്ന് ഒരു തോന്നലുണ്ടാകും നമ്മുടെ ഇടയിൽ. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളുടെ ഇടയിൽ അവരുടെ ചെറുപ്പത്തിൽ തന്നെ അവർ ആർജിക്കുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ടാകും. ആ ബിഹേവിയർ പാറ്റേണിൽ അവർ വേറൊരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നത് നമ്മുടെ ഒരു പരിധിവരെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അണുകുടുംബങ്ങളിലുണ്ടായ മാറ്റമാണ്. അപ്പോൾ നമ്മൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാനോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറാകാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മൾ പലപ്പോഴും ഡൈവോഴ്സിലേക്ക് പോകുന്ന പലരുടെയും കേസിലെടുക്കുമ്പോൾ അത്ര സീരിയസ് ആയ വിഷയങ്ങളല്ല, അതിലൊരു ഈഗോ വിഷയമാണ് പലപ്പോഴും വരിക. ആ ഈഗോ ആദ്യം കുട്ടികളിൽ തമ്മിലുണ്ടാകുന്ന, ഹസ്ബൻഡും വൈഫിലുണ്ടാകുന്ന ഈഗോ കുടുംബങ്ങൾ തമ്മിലുള്ള ഈഗോ ആയിട്ട് മാറും. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ലീഗൽ ബാറ്റിലേക്ക് ഇത് കടന്നു പോവുകയാണ്. ഡൈവോഴ്സിന് കാരണമാകുന്ന സാമൂഹികമായ വിഷയങ്ങൾ, ഇമോഷണലായിട്ടുള്ള വിഷയങ്ങൾ, കുടുംബങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ, ഈഗോ, മയക്കുമരുന്ന്, ഇതെല്ലാം നമ്മൾ ഒരു സമഗ്രമായി ചർച്ച ചെയ്യണം. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ സമൂഹം കൂടുതൽ ചിന്തിക്കും. അപ്പം നമ്മൾ തന്നെ ഇപ്പോൾ പാരൻസ് സ്വന്തം മക്കളെ കല്യാണം കഴിച്ചയക്കുന്നതിന് മുമ്പ് അത് വധുവിൻ്റെയും വരൻ്റെയും സൈഡിൽ നിന്ന് കൂടുതൽ അവർ അടുപ്പം ഉണ്ടാകണം, അവർ ഒരു ഇമോഷണലായിട്ട് അവർ അറ്റാച്ച് ചെയ്യണം, അവർ ഒരുപോലെ സ്വപ്നം കാണാൻ കഴിയണം. ആ തരത്തിൽ വരുമ്പോഴാണ് നമ്മൾ വളരെ ഒരു നല്ലൊരു കുടുംബമായിട്ട് അത് മാറുക. അപ്പോൾ ആ തരത്തിൽ ഉള്ളൊരു ചിന്തയ്ക്ക് നമുക്ക് ഇത്തരം ചർച്ചകൾ കൂടുതൽ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും.
കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, അങ്ങനെ ഇമ്പമുള്ളതായി തുടരാൻ സാധിക്കണം കുടുംബങ്ങൾക്ക് എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു വഴിവെട്ടാനുള്ളൊരു ശ്രമമാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ നടത്തുന്നത്. എന്തായാലും ഒട്ടേറെ കാരണങ്ങൾ വിവാഹ മോചനത്തിലേക്ക് കടക്കുന്നവർക്ക് നിരത്താനുണ്ടാകും. പക്ഷേ കുറേയേറെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വ്യക്തികളുടെ ഒരു സമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണോ? തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം ജില്ലകളിലാണ് ഈ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ വ്യക്തിത്വ വികസനത്തിലുണ്ടാകുന്ന തകരാറാണോ? തൃശ്ശൂരും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം. തൃശ്ശൂരിനെയും കൂടി ആഡ് ചെയ്യണം. നമ്മുടെ മക്കളുടെ വ്യക്തിത്വ വികസനത്തിലുണ്ടാകുന്ന തകരാറുകളാണോ ഇത്തരത്തിൽ തകർന്നു പോകുന്ന വിവാഹ ബന്ധങ്ങളുടെ കാരണങ്ങളിൽ ഒന്നായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഉണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് ചില വില്ലന്മാരുണ്ട്. ലഹരി, അങ്ങ് പറഞ്ഞതുപോലെ ലഹരിയുണ്ട്, മൊബൈലുണ്ട്, വഴിവിട്ട ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിവാഹ മോചനത്തിലേക്ക് കടക്കാറുണ്ട്. അപ്പോഴും ചോദിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമാണ് എന്ന്. ശരിയാണ്, സ്വാതന്ത്ര്യമാണ്. പക്ഷേ നിങ്ങൾ പലവട്ടം ആലോചിക്കുക. എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ക്ഷണികമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒക്കെ തന്നെ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ, ഇതിൻ്റെ ദോഷവശങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടരുണ്ട്, മക്കൾ. ആ കുട്ടികൾ വളർന്നു വരുന്നൊരു സാഹചര്യം, അവരുടെ മാനസികാവസ്ഥ, ആ അന്തരീക്ഷം അവൻ്റെ ജീവിതത്തെ ആകെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നായി മാറും. ആ കുട്ടി പിന്നെ ഏത് രീതിയിലായിരിക്കും സമൂഹത്തെ കാണുക? അവരുടെ ഭാവി ജീവിതം തന്നെ അവതാളത്തിലാകുന്ന തരത്തിലേക്ക് നിങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ഒഴിവാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ വിവാഹമോചനം പാടില്ലെന്ന് പറയാനും നമുക്ക് അധികാരമില്ല. എന്തായാലും സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഓരോ വ്യക്തിയും മാത്രമല്ല, സമൂഹം ഒന്നടങ്കം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, കുടുംബങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സാമുദായിക സംഘടനകൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയം നമുക്ക് തുടർന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.